കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. വണ്ടി റിപ്പയറിങ്ങിനെത്തിയ ഹരീഷിനെ കേൾപ്പിക്കാനായി ചായക്കടയിലിരുന്ന് ചായ കുടിക്കുകയായിരുന്ന ഗംഗാധരൻ വല്യച്ഛൻ കല്യാണത്തിന്റെ വിശേഷങ്ങളൊക്കെ പറയുകയാ. കൂട്ടത്തിൽ സുനന്ദയെ പെണ്ണ് കാണാനായി സുഭാഷിന്റെ അനിയന്മാർ നിധിയെയും കൂട്ടി എത്തിയതും സുനന്ദയുടെ കല്യാണത്തിന് മുന്നേ സുഭാഷിന്റെ കല്യാണം നടത്തുമെന്ന് വെല്ലുവിളിച്ചിറങ്ങി പോയതാണെന്നും ആട് മുഴുവൻ പെണ്ണ് തപ്പി നടന്നുവെന്നും ഒന്നും നടന്നില്ലെന്നും വല്യച്ഛൻ പറയുന്നത് കേൾക്ക് ഹരീഷിനും ദേഷ്യം പിടിക്കുന്നുണ്ട്. ടോക്കറുടെ വാക്ക് കേട്ട് വീട് കാണാൻ വന്നവരെ അയ്യോ വേണ്ടെന്ന് പറഞ്ഞ് ഓടിയ വഴിക്കേ പുല്ല് പോലും മുളച്ചില്ലെന്നാ കേട്ടെ എന്ന് പറഞ്ഞ് വല്യച്ഛൻ അവിടെ ഇരുന്ന് പൊട്ടിച്ചിരിക്കുമ്പോഴേക്കും വണ്ടി റിപ്പയറിംഗ് തീർത്തു കൊടുത്ത് ഹരീഷ് കാശെല്ലാം വാങ്ങിക്കുകയാണ്. പിന്നീട് അവൻ ചായക്കടയുടെ മുമ്പിലെ ബെഞ്ചിലിരുന്ന് പത്രം വായിക്കായിരുന്ന വല്യച്ഛന്റെ അടുത്തേക്ക് ചെന്ന് അതേ ഒന്ന് വരണം എന്ന് പറയും. ഞാൻ എങ്ങും ഇല്ലെന്ന് വല്യച്ഛനും. ഇവിടെ നിന്ന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് നാറണോ അതോ ഒറ്റയ്ക്ക് നാറണോ? എന്തായാലും താൻ ഇന്ന് നാറും. അത് എങ്ങനെ വേണമെന്ന് ഇപ്പൊ തീരുമാനിക്കുക. ഹരീഷിന്റെ ചോദ്യങ്ങൾക്ക് വല്യച്ഛനും ഞാൻ വരാമെന്ന് പറഞ്ഞ് അവന്റെ പുറകെ എഴുന്നേറ്റ് പോവുകയാണ്. വല്യച്ഛനെ തന്റെ അരികിലേക്ക് വിളിച്ചു നിർത്തി നിങ്ങളുടെ വീട്ടിലെ കല്യാണം എങ്ങനെയാ നടന്നതെന്ന് നിങ്ങൾക്കും അറിയാം ഞങ്ങൾക്കും അറിയാം. കല്യാണ തലേന്ന് രാത്രി നിങ്ങളുടെ മരുമകളാണ് എനിക്ക് സുഭാഷ് ഏട്ടനെ മതിയെന്നും പറഞ്ഞ് ഞങ്ങളുടെ മതില് ചാടി വന്നത്. അപ്പോഴേ ആ കല്യാണം നടത്തിയിരുന്നെങ്കിലേ ഞാൻ വെല്ലുവിളിച്ചത് സത്യമായ നിങ്ങൾ അവൾക്ക് വേണ്ടി കണ്ടുപിടിച്ച ആ വലിയ തറവാട്ടിലെ ചെറുക്കനില്ലേ ദുബായിലെ ഷെയ്ഖ് അവനെ വേണ്ടാന്ന് വെച്ചിട്ടാ നിങ്ങളുടെ മരുമകളെ എന്റെ ചേട്ടനെ തേടി വന്നത്. എന്റെ ചേട്ടൻ വേണ്ടാന്ന് തീരുമാനിച്ചോണ്ടാ നിങ്ങൾ ഇപ്പോഴും ഈ കടയുടെ മുന്നിലിരുന്ന് വാചകമടിക്കുന്നത്. അല്ലായിരുന്നെങ്കിലേ എന്റെ വീട്ടുകാരെ പറ്റി ഓരോന്ന് പറഞ്ഞു നടക്കുന്ന നാട്ടുകാരെ നിങ്ങളുടെ വീട്ടുകാരെ പറ്റിയും അതൊക്കെ തന്നെ പറയുമായിരുന്നുള്ളൂ. നിശ്ചയിച്ച കല്യാണം നിന്നുപോയി നിങ്ങൾ നാണം കടണ്ടെന്ന് കരുതി മാത്രമാ സുഭാഷ് ഏട്ടൻ സുനന്ദയെ വീട്ടിലേക്ക് തിരിച്ചയച്ചത്. എന്നിട്ട് ആ കല്യാണം നടത്തിയതിനെ പറ്റിയും അതിന് ഞങ്ങൾ വലിഞ്ഞുകയറി വരുന്നതിനെ പറ്റിയും ഒരു നാണവുമില്ലാതെ നിങ്ങൾ പ്രസംഗിക്കുന്നുണ്ടല്ലോ. കഷ്ടം. ഇത് നിങ്ങൾ മാത്രം കേൾക്കാൻ പാകത്തിൽ തനിയെ മാറ്റി നിർത്തി സംസാരിക്കുന്നതേ അതാണ് എന്റെ മാന്യത. ഇതേ കാര്യം കുറച്ചുറക്കെ എല്ലാരും കേൾക്കണ രീതി പറയട്ടെ എന്ന് ദേഷ്യത്തോടെ ഉയർത്തി ഹരീഷ് ചോദിക്കുമ്പോഴേക്കും വേണ്ട അന്ന് വല്യച്ഛനും ഞാൻ നടന്നത് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ നാട്ടിൽ തല ഉയർത്തി നടക്കാൻ പറ്റില്ല. കാണണോ ഈ വല്യച്ഛൻ കുല്യച്ഛൻ വയസ്സിന് മൂത്താള് എന്നൊക്കെയുള്ള മര്യാദയില്ലേ അത് സുഭാഷ് ഏട്ടനുണ്ടാവും. എനിക്കതില്ല. വെറുതെ കൈക്ക് പണിയുണ്ടാക്കല്ലേ. കിളവൻ അത് താങ്ങാൻ പറ്റില്ലെന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഹരീഷ് അവിടെ നിന്ന് പോവുകയാണ്. അത് കാണാൻ ചായക്കടക്കാരനും വിളിച്ചു ചോദിക്കുന്നുണ്ട് എന്താ ഗംഗേട്ടാ ഒരു സ്വകാര്യമെന്ന്. ഗംഗാധരനും ഒരു ചിരിയോടെ ഏയ് ഒന്നുമില്ലെന്ന് പറഞ്ഞ് രക്ഷപ്പെടുകയാ. അവിടെ വീട്ടിൽ നിധിക്കൊരു കോൾ വരികയാ. അവൾ ആ കോൾ അറ്റൻഡ് ചെയ്യുമ്പോഴേക്കും ഹലോ നിധിയല്ലേ, ഞാൻ KSCT കൺസ്ട്രക്ഷനിൽ നിന്നാ. നിങ്ങൾ ഫസ്റ്റ് റൗണ്ട് ഇന്റർവ്യൂ ക്ലിയർ ചെയ്തിരുന്നില്ലേ? സെക്കൻഡ് റൗണ്ട് നാളെ രാവിലെ 10 മണിക്ക് സെറ്റ് ചെയ്തിരിക്കുന്നത്. സമയത്ത് റിപ്പോർട്ട് ചെയ്യണേ എന്നയാൾ പറയുന്നത് കേൾക്കെ സന്തോഷത്തോടെ ഓക്കെ പറഞ്ഞ് കോൾ വയ്ക്കുകയാണ് നിധിയും. പിന്നീട് രാത്രിയാകുമ്പോൾ ടാക്സിയിൽ വീട്ടിലേക്കുള്ള യാത്രയിലായിരുന്നു സുധീഷ്. കൂടെ ഹരീഷുമുണ്ട്. സുധീഷ് ഹരീഷിനോടായി പറയുകയാ ഡാ സുഭാഷ് ഏട്ടൻ വല്ലാതെ തകർന്നിരിക്കുകയാ. നിധി ഫോൺ വിളിച്ചപ്പോ പറഞ്ഞതാ ഏട്ടനെ പറ്റി ഓർക്കുമ്പോ എനിക്കും വല്ലാത്ത വിഷമമുണ്ടടാ എന്നവൻ പറയേ ഇപ്പൊ വിഷമിച്ചിട്ട് എന്താ കാര്യം, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞില്ലേ എന്ന് ഹരീഷ്. ശരിയാണ്, പക്ഷെ ഈ സങ്കടത്തിലും എനിക്ക് ആശ്വാസം കിട്ടുന്ന ഒരു കാര്യം എന്താണെന്നറിയോ, എനിക്ക് മനസ്സ് ശരിയല്ലാന്ന് തോന്നുമ്പോ എന്നെയാണ് ഫോൺ വിളിച്ച് സംസാരിക്കുന്നത്. അതിലൊരു ചെറിയ സന്തോഷം അത്രയുള്ളൂ എന്ന് സുധീഷ് പുഞ്ചിരിയോടെ പറയുക. എന്ന് വെച്ച് സുഭാഷ് ഏട്ടൻ സങ്കടത്തിലിരിക്കുമ്പോൾ ഞാൻ സന്തോഷിക്കുകയാണോ എന്ന് ചോദ്യമൊന്നും വേണ്ട കേട്ടോ. സുഭാഷ് ഏട്ടന്റെ കാര്യത്തിൽ നല്ല വിഷമമാണെങ്കിലും നിധി എന്നെ വിളിക്കുമ്പോൾ ഒരു ചെറിയ സന്തോഷം അത്രേ ഉള്ളൂ എന്നവൻ പറയാ. ഞാനും അത് തന്നെ ആലോചിച്ചത്. ഇന്ന് സുഭാഷ് ഏട്ടനെ പറ്റി തന്നെ ആലോചിക്കുകയായിരുന്നു എന്ന് ടെൻഷനോടെ ഹരീഷും. ഇനി എന്തായാലും വീട്ടിൽ പോയി അതിനെപ്പറ്റി സംസാരിക്കേണ്ട, ജോലിക്ക് പോയി പുള്ളി നേരത്തെ വന്നു എന്നാ നിധി പറഞ്ഞത്. അവളോട് എന്തൊക്കെയോ പറഞ്ഞ് കരഞ്ഞു ഉത്രേ. നമ്മളായി വീണ്ടും സംസാരിച്ച് പുള്ളിയെ വിഷമിപ്പിക്കേണ്ട എന്ന് സുധീഷ് ഓർമ്മിപ്പിക്കെ അത് സമ്മതിച്ചുകൊണ്ട് ഹരീഷ് അവിടെയെല്ലാം മണം പിടിക്കുകയാ. ബാക്ക് സീറ്റിലേക്ക് നോക്കുമ്പോഴേക്കും അവിടെ കുറെ പാർസൽ ഇരിക്കുന്നു. അത് കണ്ട് ഫുഡാണോ അത് എന്ന് ഹരീഷ് ചോദിക്കെ അത് എന്ന് സുധീഷ്. ഉണ്ടല്ലോ എന്ന് ഹരീഷ് ചോദിക്കെ രാത്രിയിലത്തേക്ക് എല്ലാവർക്കും വേണ്ടേ. അവരും ഓരോ ശോകമോഡിൽ ഡള്ളായിട്ട് ഇരിക്കുകയല്ലേ. വിഷമം വന്ന ഓവർകം ചെയ്യാനുള്ള നല്ല ബെസ്റ്റ് വേ നല്ല ഫുഡ് അടിക്കല. നല്ല ഫുഡ് ചെന്നാൽ പാതി പ്രശ്നം തീരുമെന്ന് തോന്നി. ഫ്രൈഡ് റൈസ് ഉണ്ട്, ഗ്രിൽഡ് ചിക്കൻ ഉണ്ട്, റുമാൽ റൊട്ടിയുണ്ട്, അങ്ങനെ കുറെ സാധനങ്ങൾ ഞാൻ വാങ്ങി എന്ന് സുധീഷ് പറയുന്നത് കേൾക്കെ സംശയത്തോടെ ദൈവമേ സുധീഷ് ഏട്ടനാണോ ഇത്? ഇതൊന്നും കാശ് കൊടുത്ത് വാങ്ങുന്ന ആളല്ലല്ലോ സുധീഷ് ഏട്ടൻ എന്ന് ഹരീഷ് ചോദിക്കുന്നത് കേൾക്കെ അതേടാ ഫ്രീ ആയിട്ട് തരാനേ എന്റെ അമ്മായിയപ്പ നടത്തുന്ന കടയാണല്ലോ അത്. ക്യാഷ് എണ്ണി കൊടുത്തു തന്നെയാണ് ഞാൻ വാങ്ങിച്ചത്. നിനക്കെന്താ സംശയമുണ്ടോ എന്ന് സുധീഷ് ചോദിക്കെ ഇന്നേ വരെ ആ തഴക്കമൊന്നും കണ്ടിട്ടില്ല, അതുകൊണ്ട് അതിശയിച്ചു പോയതാ എന്ന് ഹരീഷും. എടാ നീയൊക്കെ കൂടി എന്നെ അങ്ങനെ സ്റ്റാമ്പ് ചെയ്ത് വെച്ചിരിക്കല്ലേ. കാശ് ചിലവാക്കാത്തവനാണെന്ന് ഏത് നേരവും പറയുന്നുണ്ടല്ലോ എന്ന് സുധീഷ് ചോദിക്കെ. ശരിയുണ്ടല്ലോ, വീട്ടിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് സുധീഷ് ഏട്ടൻ കാശ് ചിലവാക്കിയിട്ടുണ്ടോ? ഏതെങ്കിലും സമയത്ത് കാശ് ചിലവാക്കേണ്ടി വന്നാൽ നൈസായിട്ട് സ്കൂട്ടാവുകയല്ലേ പതിവ് എന്ന് ഹരീഷ് ചോദിക്കെ. ഓ പിന്നെ നീയാണല്ലോ വീട്ടിലെ ചെലവ് മൊത്തം നടത്തുന്നത്. ഒന്ന് പോടാപ്പാന്ന് സുധീഷും. എനിക്ക് കഴിയുന്നതിന്റെ പരമാവധി ഞാൻ ചെയ്യുന്നുണ്ട്, സുഭാഷേട്ടനോട് ചോദിച്ചാൽ മതിയെന്ന് ഹരീഷും. എനിക്ക് കഴിയുന്ന പോലെ ഞാനും ചെയ്തിട്ടുണ്ടെന്ന് സുധീഷ് പറയെ. ഒരു മൊട്ടുസൂചി പോലും വാങ്ങിയിട്ടില്ല എന്ന് ഹരീഷ് പറയുന്നത് കേൾക്ക് അതേ ചെറുക്ക വെറുതെ എന്നോട് കണക്ക് പറയാൻ നിൽക്കല്ലേ എന്ന് സുധീഷും ദേഷ്യത്തോടെ പറയുക. വലിയ ഡയലോഗ് അടിച്ചപ്പോ പറഞ്ഞെന്നേ ഉള്ളൂ എന്ന് ഹരീഷ്. നീ ബോള ചെറുക്ക അവിടുന്ന് എന്ന് സുധീഷ് പറയേ.
താൻ പോടോ എന്ന് ഹരീഷ്. അങ്ങനെ അവർ തമ്മിൽ വഴക്ക് കൂടിക്കൊണ്ടിരിക്കുക. ഇവിടെ സുഭാഷ് ഏട്ടനെ പിടിച്ചിരുത്തി ഓരോ കഥ പറഞ്ഞുകൊണ്ടിരിക്കുക നികേഷ്. ഇതുപോലെ കഴിഞ്ഞ ദിവസം എന്റെ കോളേജിൽ നടന്നത്, അത് ചേട്ടനൊന്ന് കേട്ടു നോക്ക്, അപ്പൊ മാറിക്കോളുമെന്ന് നികേഷ് പറയേ. ശരി, നീ ഇവിടെ ഇരിക്കെന്ന് പറഞ്ഞ് സുഭാഷ് എഴുന്നേൽക്കാൻ തുടങ്ങുമ്പോഴേക്കും എങ്ങോട്ടാ ചേട്ടാ, ഇവിടെ ഇരിക്കെ എന്ന് നികേഷ് പറയേ. എടാ, നീ എന്നെ പിടിച്ച് വെച്ച് ഇങ്ങനെ സംസാരിച്ചോണ്ടിരുന്നു എന്റെ പണിയൊന്നും നടക്കില്ല, എനിക്ക് ഭക്ഷണം ഉണ്ടാക്കണ്ടെന്ന് സുഭാഷ്. പൊന്നു ചേട്ടാ, കുറച്ചു നേരം ഇരിക്കെ, അത് കഴിഞ്ഞിട്ട് പോരെ, എനിക്കാണെങ്കിൽ കുറെ എന്ന് നികേഷ് പറയുമ്പോഴേക്കും കാറിന്റെ ഹോൺ അടി കേൾക്കുക. സുധീഷും ഹരീഷും പാർസലുമായി ഡൈനിങ് ഹാളിലേക്ക് എത്തുമ്പോഴേക്കും നിധിയും അങ്ങോട്ട് എത്തുന്നുണ്ട്. അവന്റെ കയ്യിലെ പാർസലെല്ലാം കണ്ട് എന്താടാ ഇതൊക്കെയെന്ന് സുഭാഷ് ചോദിക്കാൻ. ഇവിടുത്തെ ഭക്ഷണം സ്ഥിരമായി കഴിച്ച് ബോറടിച്ചു, അതുകൊണ്ട് കുറച്ച് ഫ്രൈഡ് റൈസ്, ചില്ലി ചിക്കൻ, ചിക്കൻ ഫ്രൈ, റുമാൽ റൊട്ടി എന്നിങ്ങനെ കുറച്ച് വെറൈറ്റി ആക്കാമെന്ന് വെച്ചെന്ന് സുധീഷും. എന്തിനാടാ ഇങ്ങനെ ക്യാഷ് വേസ്റ്റ് ആക്കുന്നതെന്ന് സുഭാഷ് ഏട്ടൻ ചോദിക്കേ. ഇത്രയും കാലത്തിനിടയിൽ ഇതാദ്യമായിട്ടല്ലേ, ഇതെങ്കിലും ചെയ്യട്ടെ സുഭാഷ് ഏട്ടാ എന്ന് ഹരീഷ്. സുഭാഷ് ഏട്ടാ വന്നിരുന്നേ, ഞാൻ പോയി പ്ലേറ്റ് എടുത്തു വരാമെന്ന് സുധീഷ് പറയേ. ആദ്യം പോയി കൈ കഴുകിയിട്ട് വാ, ഞാൻ പ്ലേറ്റ് എടുത്തോളാം എന്ന് പറഞ്ഞ് നിധി അടുക്കളയിലേക്ക് പോവുകയാണ്. സുഭാഷും നികേഷും കൈ കഴുകാനായി പോകുമ്പോഴേക്കും ഹരീഷും സുധീഷിനോടായി എടാ വൃത്തി കെട്ടവനെ, ഭക്ഷണത്തിന്റെ മുന്നിലെങ്കിലും വൃത്തിയായിട്ട് വന്നിരിക്കടോ എന്നാണ് ഏട്ടത്തി ഉദ്ദേശിച്ചത്. അവൻ പറയ ദേഷ്യത്തോടെ പോടാ പോടാ എന്ന് സുധീഷും. ഒരു ചിരിയോടെ ഞാൻ കൈ കഴുകാൻ പോവാന്ന് പറഞ്ഞ് ഹരീഷും കൈ കഴുകാനായി പോവുകയാണ്. അതുകൾക്ക് സുധീഷും അവന്റെ പിറകെ കൈ കഴുകാനായി പോകുന്നുണ്ട്. പിന്നീട് എല്ലാവരുടെയും പ്ലേറ്റിൽ ഫുഡ് വിളമ്പി കഴിഞ്ഞ് സുഭാഷ് ഏട്ടാ കഴിക്കെന്ന് നികേഷ് പറയേ. എനിക്ക് വേണ്ടെന്ന് സുഭാഷ്. അതുകൾക്ക് നികേഷും ഹരീഷും കൂടി നിർബന്ധിക്കുമ്പോഴേക്കും സുഭാഷ് ആ പ്ലേറ്റ് കയ്യിലെടുത്ത് വെറുതെ ആ ചോറും കുഴച്ചോണ്ടിരിക്കുക. തിരക്കിട്ട് കഴിക്കുന്നതിനിടയിൽ എങ്ങനെയുണ്ടെന്ന് സുധീഷ് ചോദിക്കെ. കൊള്ളാമെന്ന് ഹരീഷ്. നാളെയല്ലേ സെക്കൻഡ് റൗണ്ട് ഇന്റർവ്യൂ എന്ന് നിധിയോടായി നികേഷ് ചോദിക്കെ. അതെ എന്ന് നിധി. ഒരു ജോലിക്ക് എത്ര ഇന്റർവ്യൂ ഒരു തവണ പോരെ എന്ന് ഹരീഷ് ചോദിക്കെ. ചില സ്ഥാപനങ്ങളിൽ 3-4 റൗണ്ട് കഴിഞ്ഞ് ആളെ എടുക്കും എന്ന് നിധി പറയുന്നത് കേൾക്കെ. ഓ നികേഷേ, എല്ലാം കേട്ട് മനസ്സിലാക്കി വെച്ചോ, ഇനി നീ ആ ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യാനുള്ള ആള് എന്ന് ഹരീഷ് ഓർമ്മിപ്പിക്കുകയാ. സുഭാഷ് അപ്പോഴും കഴിക്കാതെ ഇരിപ്പാ. അപ്പോഴാണ് സൈക്കിളിൽ പാട്ടും പാടിക്കൊണ്ട് അച്ഛൻ അങ്ങോട്ടെത്തുന്നത്. സൈക്കിൾ നിർത്തി സീറ്റ് ഔട്ടിലേക്ക് കയറിക്കൊണ്ട് എന്താടാ ഡൈനിങ് ടൈം ആണോ? ഓക്കെ എന്ന് പറഞ്ഞ് നിധിയോടായി മോളെ എന്റെ പാർസലിങ് തന്നെ എന്നച്ഛൻ വിളിച്ചു പറയാൻ നിധി അച്ഛന്റെ പാർസൽ എടുത്തുകൊണ്ട് കൊടുക്കുക. അത് സന്തോഷത്തോടെ വാങ്ങിക്കൊണ്ട് CB ചിക്കൻ ബിരിയാണി, മൈ സൺസ് ഈറ്റ് വെൽ എന്ന് പറഞ്ഞ് ഉമ്മറത്തെ കട്ടിലേക്ക് കഴിക്കാനായി പോവുകയാണ്. ഫുഡ് കഴിക്കുന്നതിടയിൽ താൻ പാടിക്കൊണ്ടുവന്ന ബന്ധുവാരെ ശത്രുവാരെ എന്ന പാട്ടും പാടിക്കൊണ്ട അച്ഛന്റെ കഴിക്കൽ. അതിനിടയ്ക്ക് ടെൻഷനോടെ പതിയെ ഫുഡ് കഴിക്കാൻ തുടങ്ങിയ സുഭാഷിനെ കണ്ട് നികേഷ് പറയുന്നുണ്ട്. സുധീഷ് ഏട്ടാ, സുഭാഷ് ഏട്ടൻ ഇന്നത്തെ ദിവസം മുറിയിന്ന് പുറത്തിറങ്ങിയിട്ടില്ല, തലവേദനയായിരുന്നെന്നും പറഞ്ഞ് കിടക്കുമായിരുന്നു. അതുകൾക്ക് സുധീഷും സുഭാഷ് ഏട്ടാ എന്ന് വിളിക്കുന്നുണ്ടെങ്കിലും ഫുഡ് കഴിക്കാതെ പാത്രവും പിടിച്ച് ആലോചനയോടെ ഇരിപ്പായിരുന്നു സുഭാഷ്. അതുകാണെ സുധീഷ് വീണ്ടും ഉച്ചത്തിൽ സുഭാഷ് ഏട്ടാ എന്ന് വിളിക്കുമ്പോഴേക്കും സുഭാഷും ഒരു ഞെട്ടലോടെ എന്താടാ എന്ന് ചോദിക്കേ. ണ്ടോ ഇപ്പോ എന്ന് സുധീഷ് ചോദിക്കുക. എന്ത് എന്ന് സുഭാഷ് ചോദിക്കേ. ഏട്ടന് തലവേദനയാണെന്ന് നികേഷ് പറഞ്ഞു, അത് കുറവുണ്ടോന്ന് എന്ന് സുധീഷും. കുറവുണ്ടെന്ന് സുഭാഷ് പറയേ. ഓക്കെ ആണല്ലോ അല്ലേ എന്ന് ഹരീഷും ചോദിക്കുക. അത് കേൾക്കെ സുധീഷും എടാ സുഭാഷ് ഏട്ടൻ എങ്ങനെയാടാ ഓക്കെ ആവുന്നേ, ഇഷ്ടപ്പെട്ട പെൺകുട്ടിയുടെ കല്യാണ ദിവസമാണ്, അതൊക്കെ ഒന്ന് മനസ്സിൽ നിന്ന് ഒഴിഞ്ഞു പോണ്ടേ. സുഭാഷ് ഏട്ടൻ അപ്പൊ ഓക്കെ ആവും അല്ലേ എന്ന് സുഭാഷിനോടായി ചോദിക്കുക സുധീഷ്. സുഭാഷ് ഒന്നും മിണ്ടാതെ തലകുനിച്ച് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും സുധീഷ് ഹരീഷിനോടായി രഹസ്യം പറയുന്നുണ്ട്. അത് കാണാൻ നിധി അവരെ സംശയത്തോടെ നോക്കുമ്പോഴേക്കും അവർ തമ്മിൽ എന്തൊക്കെയോ ഓക്കെ പറഞ്ഞ് അവിടുന്ന് എഴുന്നേറ്റ് പോവുകയാ. അത് കാണാൻ നിധിയും സുധീഷിനോടായി എങ്ങോട്ടാ എന്ന് ചോദിക്കുക. മിസ്റ്റർ സുഭാഷ്, വി ആർ ഗോണ ഗിവ് യു എ ബിഗ് സർപ്രൈസ്, വെയിറ്റ് ആൻഡ് വാച്ച് എന്ന് പറയുമ്പോഴേക്കും പിന്നീട് കാണിക്കുന്നത് ഇരുട്ടിലായിരിക്കുന്ന വീടാണ്. സുഭാഷ് ഏട്ടാ, ദിസ് ഈസ് ഫോർ യു എന്ന് വിളിച്ചു പറഞ്ഞ ലൈറ്റ്സ് മ്യൂസിക് എന്ന് പറയുമ്പോഴേക്കും അടിപൊളി പാട്ടും അതിനൊത്ത് ഡാൻസ് കളിക്കുന്ന ഹരീഷിനെയും സുധീഷിനെയും നികേഷിനെയുമാണ് കാണിക്കുന്നത്. പലപ്പോടെ സുഭാഷും നിധിയും അവരുടെ ഡാൻസ് നോക്കി ഇരിപ്പ. നിധിയുടെ ഒരു ഷോൾ ചുറ്റി പെൺവേഷത്തിലാണ് നികേഷ്. ഒരു മധുരക്കിനാവിൻ എന്ന പാട്ടിനൊത്ത് അവർ ഡാൻസ് കളിച്ച് സുഭാഷിനെയും പിടിച്ചു വലിച്ച് ഡാൻസ് കളിക്കാനായി കൂട്ടിക്കൊണ്ടു പോവുകയാണ്. അവർ 3 പേരും സുഭാഷ് ഏട്ടന്റെ ചുറ്റിലും നിന്ന് ഡാൻസ് കളിക്കുമ്പോഴേക്കും ഭക്ഷണം കഴിച്ച് കൈയെല്ലാം കഴുകിക്കഴിഞ്ഞ അച്ഛനും വരാന്തയിൽ നിന്ന് പാട്ടോ, ഞാൻ വെക്കാത്തപ്പോ ഈ വീട്ടിൽ നിന്ന് പാട്ടോ എന്ന് പറഞ്ഞ് ഉമ്മറത്ത് ചെന്ന് അകത്തേക്ക് നോക്കുമ്പോഴേക്കും കാണുന്നത് സുഭാഷിനെ നിർത്തി ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്ന നികേഷിനെയും ഹരീഷിനെയും സുധീഷിനെയുമാണ്. നിധിയും സന്തോഷത്തോടെ കൈയടിച്ച് ആ ഡാൻസ് ആസ്വദിച്ച് നിൽക്കുകയാ. അതെല്ലാം നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്ന അച്ഛനും നിർത്തടാ പേക്കൂത്ത് എന്ന് വിളിച്ച് പറയുമ്പോഴേക്കും അവരും ഡാൻസും പാട്ടുമെല്ലാം നിർത്തുകയാണ്. അച്ഛൻ അങ്ങോട്ട് കയറി ചെന്ന് ഇത് ഏതു കാലത്തെ പാട്ടാടാ, ഇങ്ങനെയാണോ ഡാൻസ് ചെയ്യുന്നത്, നമ്മള് ട്രെൻഡി ആയിരിക്കേണ്ടടാ, ട്രെൻഡി, നിങ്ങൾ നോക്കിക്കോ എങ്ങനെയാ കളിക്കേണ്ടതെന്ന് ഒന്ന് വെച്ചെന്ന് പറഞ്ഞ് തന്റെ മുണ്ടെല്ലാം മടക്കി കുത്തി അവർ വെച്ച മ്യൂസിക്കിനകത്ത് ഡപ്പം കൂത്ത് ഡാൻസ് കളിച്ചോണ്ടിരിക്കുക. അത് കാണെ അവർ 4 പേരും അച്ഛനോടടുത്ത് ഡാൻസ് കളിക്കുമ്പോഴേക്കും മാറി നിന്ന് കൈയടിച്ച് നിൽക്കുകയായിരുന്ന നിധിയെയും വാ മോളെ എന്ന് പറഞ്ഞ് അച്ഛൻ വിളിക്കുകയാണ്. അങ്ങനെ നിധിയും അവരുടെ കൂടെ കൂടി ഡാൻസ് കളിച്ച് ആടി തിമിർക്കുകയാണ്. പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ കുളിച്ചൊരുങ്ങി
കണ്ണാടിയിൽ നോക്കി മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുക സുധീഷ്. ഹരീഷ് അങ്ങോട്ട് വന്ന് കുറെ നേരമായല്ലോ സാറ് മേക്കപ്പ് ചെയ്യണോ, എങ്ങോട്ടാ എന്ന് ചോദിക്കുക. ഇന്നല്ലേ നിധിയുടെ ഇന്റർവ്യൂ എന്ന് സുധീഷും. അപ്പോഴേക്കും കോളേജിൽ പോവാൻ റെഡിയായി നികേഷും അങ്ങോട്ട് എത്തുന്നുണ്ട്. അതിന് ഇയാൾ എന്തിനാ ഇങ്ങനെ ഒരുങ്ങണേ എന്ന് ഹരീഷ് ചോദിക്കുക. ഇടാ ഞാനല്ലേ കൂടെ പോകുന്നത്, അപ്പൊ ഒരു ലുക്കൊക്കെ വേണ്ടേ എന്ന് സുധീഷും. ഓടിക്കാനല്ലേ, അതിന് ഈ ലുക്കൊക്കെ ധാരാളം എന്ന് ഹരീഷ്. എന്താടാ ലുക്കിനൊരു കുറവ്, ഞാൻ മേക്കപ്പ് ചെയ്താൽ നിനക്ക് എന്താണ് എന്ന് സുധീഷ് ചോദിക്കുക. എനിക്കെന്തോന്ന്, എനിക്ക് പോവാൻ നേരായി, ഒന്ന് മാറിക്കേ, ഞാനൊന്ന് മുടി ചീക്കട്ടെ എന്ന് പറഞ്ഞവൻ സുധീഷിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോഴേക്കും മാറി നിൽക്കടാ, ഞാനല്ലേ ആദ്യം വന്നത്, എന്റേത് കഴിഞ്ഞിട്ട് മുടി ചീകിയാൽ മതി എന്ന് പറഞ്ഞ് മുടി ചീകിക്കൊണ്ട് നിൽപ്പാ സുധീഷ്. എനിക്ക് ആകെ ഒരു മിനിറ്റ് മതിയെന്ന് ഹരീഷ് പറയേ. എന്റേത് കഴിഞ്ഞിട്ട് നീ മുടി ചെയ്യാൻ മതിയെന്ന് പറഞ്ഞ് സുധീഷ് മുടി ചെയ്തുകൊണ്ട് തന്നെ നിൽപ്പാ. അവർ രണ്ടുപേരും അവിടെ കിടന്ന് വഴക്കടിക്കുമ്പോഴേക്കും സരയിലിരിക്കുന്ന നികേഷിന്റെ അടുത്തേക്ക് വന്ന് സുഭാഷ് ഏട്ടൻ ഇരുന്നുകൊണ്ട് കാലിൽ എന്തോ കുത്തി. അവിടെ നിന്ന് കയറി വരുമ്പോ എന്ന് പറഞ്ഞ് നോക്കിയിരിക്കുമ്പോഴേക്കും സുഭാഷ് ഏട്ടാ ഒരു നല്ല അടി പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്, ഞാൻ പറഞ്ഞതേ ഉള്ളൂ എന്ന് ഹരീഷിനെയും സുധീഷിനെയും കാണിച്ചുകൊണ്ട് നികേഷ് സുഭാഷ് ഏട്ടനോടായി പറയുക. നേരായി, എനിക്ക് പോയിട്ട് വേറെ ജോലി ഉള്ളതെന്നും പറഞ്ഞ് ഹരീഷ് സുധീഷിന്റെ മുന്നിൽ കയറി നിൽക്കുമ്പോഴേക്കും സുധീഷ് അവനെ പിടിച്ച് തള്ളുകയാ. എനിക്ക് പോയിട്ട് കുറെ ജോലി ഉള്ളതാ സുധീഷ് ഏട്ടാ, എനിക്കൊരു മിനിറ്റ് മതി എന്ന് പറഞ്ഞ് സുധീഷ് ഏട്ടന്റെ കയ്യിൽ നിന്ന് ചീപ്പ് വാങ്ങിച്ചുകൊണ്ട് അവൻ മുടി ചെയ്യാൻ തുടങ്ങുമ്പോഴേക്കും സുധീഷ് അവനെ തള്ളിമാറ്റി അവന്റെ കയ്യിൽ നിന്ന് ആ ചീപ്പ് പിടിച്ചു പറിക്കുക. എല്ലാം കണ്ടിരിക്കായിരുന്ന സുഭാഷും സുധീഷേ മതിയാക്കടാ, ഞാനേ ഒരു പുതിയ കണ്ണാടി വാങ്ങണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു, എന്നാ പിന്നെ രാവിലെ കുറച്ച് സമാധാനം കിട്ടുമല്ലോ എന്ന് പറയുമ്പോഴേക്കും ഒരു മിനിറ്റ് നിൽക്കാൻ പറഞ്ഞത് സുധീഷ് ഏട്ടനല്ലേ എന്ന് പറഞ്ഞ് അവന്റെ കയ്യിൽ നിന്ന് വീണ്ടും ചീപ്പ് പിടിച്ചു വാങ്ങുകയാ ഹരീഷ്. ഇവന്മാരെന്താടാ ഇങ്ങനെയെന്ന് സുഭാഷ് ചോദിക്കേ. എനിക്കറിയില്ല, രാവിലെ തൊട്ടുള്ള അടിയായെന്ന് നികേഷും. അപ്പോഴേക്കും സുധീഷും കണ്ണാടിയിൽ നോക്കി മുടിച്ചിക്കൊണ്ടിരിക്കുന്ന ഹരീഷിനോടായി എന്റെലേ ഫോൺ ഉണ്ടെന്ന് പറഞ്ഞ് ആ മൊബൈൽ ഫോൺ അവിടെ ചാരി വെച്ച് അതിൽ നോക്കി മുടിച്ചിക്കൊണ്ടിരിക്കുക. എനിക്ക് നല്ല ഗ്ലാമർ ഉള്ളത് നിനക്ക് സഹിക്കുന്നില്ലല്ലേ സുധീഷ് ചോദിക്കെ. എന്റെ മുഖത്ത് നോക്കി അത് പറയാൻ തോന്നിയല്ലോ, കഷ്ടം എന്ന് ഹരീഷും. സുഭാഷ് അപ്പോഴേക്കും അവരുടെ അടുത്തേക്ക് എഴുന്നേറ്റ് ചെന്ന് സുധീഷേ അവൾക്ക് ഇന്ന് ഇന്റർവ്യൂ ഉള്ളതല്ലേ, സമയത്ത് അവിടെ എത്തേണ്ടെന്ന് ചോദിക്കെ. പറയുന്ന കേട്ടാ തോന്നും അവൾ തയ്യാറായി വന്ന ഞാനാണ് ഇവിടെ തട്ടിക്കളിച്ച് നിൽക്കുന്നത്, നിധി റെഡിയായിട്ട് ഇറങ്ങണ്ടേ എന്ന് സുധീഷും. അതുകൾക്ക് നിധി റെഡി ആയില്ലേ എന്ന് ചോദിച്ച് നിധി എന്ന് നീട്ടി വിളിക്കുന്നുണ്ട് സുഭാഷ്. വരുന്നൊന്ന് അവൾ വിളിച്ചു പറയേ. മോളെ ഇന്റർവ്യൂവിന് പോണ്ടേ, ലേറ്റ് ആവണ്ട എന്ന് സുഭാഷ്. അപ്പോഴേക്കും സാരിയെല്ലാം എടുത്ത് സുന്ദരിയായി ഫയലുമായി നിധി അങ്ങോട്ട് ഇറങ്ങി വന്ന് ഏട്ടാ എന്ന് ഞാൻ പോവട്ടെ എന്ന് ചോദിക്കെ. ഒരു മിനിറ്റ് ഞാനിപ്പോ വരാമെന്ന് പറഞ്ഞ് സുഭാഷ് അടുക്കളയിലേക്ക് പോവുകയാണ്. നിധി അവിടെ ഇരിക്കായിരുന്ന നികേഷിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോഴേക്കും നികേഷും എഴുന്നേറ്റ് കൊണ്ട് ഏട്ടത്തി സാരി സൂപ്പർ ആയിട്ടുണ്ടെന്ന് പറയാ. താങ്ക് യു എന്ന് നിധിയും. അല്ല ഇന്റർവ്യൂ 10 മണിക്കാണെന്നല്ലേ പറഞ്ഞേ എന്ന് നികേഷ് ചോദിക്കുമ്പോ അതെ, ആലോചിക്കുമ്പോ ഒരു ടെൻഷൻ എന്ന് നിധി. ഇതിനെന്ന് നികേഷ് ചോദിക്കെ. സെക്കൻഡ് റൗണ്ട് ടഫ് ആവുമെന്നാ കൂട്ടുകാരൊക്കെ പറയുന്നത്, നമ്മൾ ടെൻഷനോടെ പറയേ. അതൊക്കെ ഏട്ടത്തി കൂളായിട്ട് പാസ് ആവില്ലേ എന്ന് നികേഷ്. ആ സമയം അത്രയും നിധിയെ പ്രണയത്തോടെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് സുധീഷ്. അവന്റെ ആ നിൽപ്പ് കണ്ട ഹരീഷും അവനോടായി ഇപ്പൊ കണ്ടാലേ പന്തം കണ്ട പെരിച്ചാഴി പോലെയുണ്ട് എന്ന് പറയേ. അവനതൊന്നും മൈൻഡ് ചെയ്യാതെ സാരി ഉടുത്തപ്പോ എന്താ ഭംഗി, 3ാമത്തെ പ്രാവശ്യ സാരി ഉടുത്തു കാണുന്നത്, പക്ഷെ ഇപ്പോഴും ആദ്യമായിട്ട് കാണുന്ന പോലെയാ എന്ന് സുധീഷ് പറയുന്നത് കേൾക്കെ. ഓ ഞാൻ ഇതിനൊക്കെ ഇപ്പൊ എസ് പറയണമായിരിക്കും, ഒക്കെ എന്തിനാ ഇപ്പൊ എന്നോട് പറയണെന്ന് ഹരീഷ്. ഓടാ എന്ന് സുധീഷ് പറയുമ്പോഴേക്കും സുഭാഷ് ഏട്ടൻ ഒരു പ്ലേറ്റിൽ ബ്രേക്ക്ഫാസ്റ്റുമായി നിധിയുടെ അരികിലേക്ക് ചെന്ന് കഴിക്കുമോളെ എന്ന് പറയേ. അയ്യോ വേണ്ട, സമയായി എന്ന് നിധി തിരക്ക് കൂട്ടുകയായി. അതൊന്നും പറഞ്ഞാൽ പറ്റൂല, എന്തെങ്കിലും കഴിച്ചേ പറ്റും. സുഭാഷ് ഏട്ടൻ വീണ്ടും പറയേ. വേണ്ടാത്തോണ്ട് ഏട്ടാ എന്ന് നിധിയും. മോളെ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അതൊക്കെ അവിടെ വെക്കേ, ഇത് കഴിക്കേ. ഇരിക്കുന്ന സുഭാഷ് ഏട്ടൻ നിർബന്ധിക്കുമ്പോഴേക്കും നിധി ആ കസേരയിലേക്ക് ഇരുന്ന് പ്ലേറ്റ് വാങ്ങി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോണ്ടിരിക്കുക. അത് കാണേ സുധീഷും തന്റെ മൊബൈൽ എടുത്ത് പതിയെ നിധിയുടെ ഫോട്ടോ എടുക്കുക. അതിനിടയ്ക്ക് നിധി മതി എന്ന് പറയുന്നുണ്ടെങ്കിലും ബാക്കി കൂടെ കഴിക്കെന്ന് പറഞ്ഞ് സുഭാഷ് നിർബന്ധിക്കുന്നുണ്ട്. സുധീഷ് താനെടുത്ത ഫോട്ടോ സന്തോഷത്തോടെ ഹരീഷിനെ കാണിക്കുമ്പോഴേക്കും ഓവറാക്കി ചളമാക്കല്ലേ എന്ന് ഹരീഷ്. നിധി അപ്പോഴേക്കും മതി എന്ന് പറഞ്ഞ് എഴുന്നേൽക്കുമ്പോഴേക്കും സുഭാഷ് പ്ലേറ്റ് വാങ്ങിക്കാനായി ശ്രമിക്കുന്നുണ്ടെങ്കിലും താൻ കൊണ്ടുവയ്ക്കാമെന്ന് പറഞ്ഞ് നിധി അതുമായി അടുക്കളയിലേക്ക് പോവുകയാണ്. സുധീഷ് ആ സമയത്തും നിധി കഴിച്ചുകൊണ്ടിരിക്കുന്ന ഫോട്ടോ സൂം ചെയ്ത് അതിൽ തന്നെ നോക്കിക്കൊണ്ട് നിൽപ്പാം. സുഭാഷ് ഏട്ടൻ അങ്ങോട്ട് ചെന്ന് അവനെ തട്ടി വിളിച്ച് എടാ നീ എന്തു നോക്കി നിൽക്കുക, അവളെ കൊണ്ടുപോണ്ടേ എന്ന് ചോദിക്കേ. ഞാൻ റെഡി എന്ന് സുധീഷ്. അവൾ അങ്ങോട്ട് വന്ന് പോവാമെന്ന് സുധീഷിനോടായി പറയുമ്പോഴേക്കും മോളെ ഒന്ന് പ്രാർത്ഥിച്ചു പോയിക്കോ എന്ന് സുഭാഷ് ഏട്ടനും. അവൾ പൂജാ ഫോട്ടോയ്ക്ക് മുന്നിൽ കത്തിച്ചു വെച്ച വിളക്കിനടുത്ത് ചെന്ന് നിന്ന് പ്രാർത്ഥിക്കുമ്പോഴേക്കും സുധീഷും അങ്ങോട്ട് ചെന്ന് കൈകൂപ്പിക്കൊണ്ട് ഈശ്വര ഭഗവാനെ നിധിക്ക് ജോലി കിട്ടണേ എന്ന് പറഞ്ഞ് കണ്ണടച്ച് ഇടയ്ക്ക് കണ്ണു തുറന്ന് നിധിയെ നോക്കിക്കൊണ്ട് നിൽക്കുന്നിടത്താണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. സുഭാഷ് ഏട്ടനോട് യാത്ര പറയാനായി വീണ്ടും സുനന്ദ എത്തുന്നതും ഇന്റർവ്യൂ പാസ്സായ സന്തോഷത്തിൽ സുധീഷ് നിധിയെ ചേർത്ത് പിടിച്ച് ഹഗ് ചെയ്യുന്നതുമെല്ലാമാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.